ഇടനേരങ്ങളിൽ ഒരു ചായ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർ കുറവാണ്. ചായ അന്വേഷിച്ച് ദൂരങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യവുമില്ലായിരുന്നു. എന്നാൽ പുതിയ പതിവുകൾ ഇനി തുടങ്ങണം. ഗ്യാസ് ലഭ്യത കുറഞ്ഞതോടെ പല സ്ഥലങ്ങളിലും ചായ കിട്ടാനില്ല. ഒരൊറ്റ ഗ്യാസാണ് ഞങ്ങൾക്ക് കിട്ടുക. ഞങ്ങൾക്ക് ഇവിടെ പൊറോട്ട വേണം, ചായ വേണം, ചോറ് വേണം. ഇപ്പം ഞാൻ എന്നിട്ട് ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയിട്ട് അതിലാണ് ചെയ്യണത്. പക്ഷേ നമുക്ക് സമയത്തിന് നടക്കണില്ല, ഒരു കാര്യങ്ങളും നടക്കണില്ല. ഗ്യാസ് കിട്ടാത്തൊരവസരത്തിൽ ഇപ്പം ഞങ്ങൾ തന്നെ രാവിലെ തുറക്കുന്ന ഷോപ്പ് വൈകിട്ടാണ് ഓൾറെഡി തുറക്കുന്നത്. അതന്നെ പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഗ്യാസ് ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ കട അടച്ചിടേണ്ട സ്ഥിതിവിശേഷം വരും. പിന്നെ ഭക്ഷണ സാധനങ്ങൾ ചൂടോടെ കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും നിലവിൽ നേരിടുന്നുണ്ട്. മധുരം കുറഞ്ഞ ചായയും കടുപ്പത്തിലുള്ള ചായയും എല്ലാ സ്ഥലങ്ങളിലും ആവശ്യപ്പെടേണ്ട. നിലവിലെ സംവിധാനത്തിൽ ഒരു തരം ചായ മാത്രമാണ് പലർക്കും നൽകാൻ സാധിക്കുന്നത്. മധുരമുള്ള വിത്തൗട്ട് അങ്ങനെ കട്ടൻ ചായ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഒരു ചായയിലേക്കായി മാറുന്ന, അല്ലെങ്കിൽ കട അടച്ചുകൂടേണ്ട അവസ്ഥയിലേക്ക്. സമാവറിലാണെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. സമാവറിലാണെങ്കിൽ അങ്ങനെ പോകും. ചായ ഉണ്ടാക്കാൻ പുതിയ സംവിധാനങ്ങൾ ചില കടകളിൽ പരീക്ഷിക്കുന്നുണ്ട്. ഫലം കണ്ടില്ലെങ്കിൽ കട അടയ്ക്കാതെ മറ്റു വഴികളില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കുറ്റിച്ചാറ ഒന്നും ഹോട്ടലില്ല, പിന്നെ ഇവിടെ 1-2 ഹോട്ടലുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. ചായ ഇട്ടു കുണ്ടിങ്ങന്നും പിരിയാ പോയാൽ ചായ കുടിക്കണമെങ്കിൽ അവിടേക്കൊന്നും ഹോട്ടലില്ല. എന്തായാലും ചായ കുടിക്കാൻ എത്ര ദൂരം വരാനും പലരും തയ്യാറാണ്. എന്തായാലും ചായ ഇല്ലാതെ മലയാളികൾക്ക് ഒരു ദിവസം നീങ്ങില്ല. ഗ്യാസ് തീരുമ്പോൾ ചായ ഉണ്ടാക്കാൻ മറ്റു വഴികൾ അന്വേഷിക്കുകയാണ് കടയുടമകൾ. ഒരു തരം ചായയെ മാത്രം ആശ്രയിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിലെ പ്രതിസന്ധി. ക്യാമറ പേഴ്സൺ ജേസൽ ബാബു പിലാശ്ശേരിക്കും മനേഷ് പെരുമണ്ണയ്ക്കുമൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്. അങ്ങനെ പശ്ചിമേഷ്യൻ സംഘർഷം നമ്മുടെ ചായ കുടിയെ വരെ ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്.